ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എനിക്കൊരുപാട് ആഗ്രഹിച്ചു തുടങ്ങി യൂട്യൂബ് ചാനലാണ്. പക്ഷേ എനിക്കകത്ത് വീഡിയോ ഇടാനുള്ള കോൺഫിഡൻസ് ഇല്ല. പക്ഷേ എന്നല്ല ഇന്ന് കൽപ്പിച്ച് വീഡിയോ ഇടുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണേ. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് റെസ്റ്റ് എടുപ്പുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ടൊരു 3:30 കഴിയും എന്തെങ്കിലും പണി ചെയ്തു തുടങ്ങാൻ. അപ്പം ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്കിയിട്ട തുണിയൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കും. രാവിലെ അലക്കിയിടുന്ന തുണിയൊക്കെ നല്ലപോലെ ഉണങ്ങി കഴിയുമ്പോഴത്തേന് ആദ്യം തുണിയെല്ലാം എടുത്ത് വയ്ക്കും. അതിലിപ്പം മടക്കത്തില്ല, ചിലപ്പോൾ കൈയോടെ മടക്കി വയ്ക്കും. അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിരിക്കും തുണി മടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തുണിയൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ചേച്ചിയും ചേച്ചിട്ട് 2 പിള്ളേരും കയറി വന്നത്. ഇളയ 2 പേരും കൂടി 3 പേര് ചേച്ചിക്ക്, അതിൽ 2 പേര് വന്നിട്ടുള്ള അവർ 2 കൂടെ കയറി വന്നിരിക്കുന്നത്. അവർ ആ വീടിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ വന്ന്, അപ്പോൾ അവർക്ക് ചായ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഞാനങ്ങ് മുറ്റം തൂക്കാമെന്ന് വിചാരിച്ച്. ചേച്ചിയും പറയുന്നത് നീ തൂത്തിട്ട് വാ, എന്നിട്ട് നമുക്ക് ചായ ഇടാമെന്നൊക്കെ. അപ്പോൾ അവർക്ക് ചായ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് മുറ്റം തൂത്തു. അങ്ങനെ ഞാൻ തൂക്കാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ ആദ്യം തൂത്ത് വന്നപ്പോഴത്തേക്കാണ് വീഡിയോ എടുത്തത്. അപ്പോൾ തൂത്ത് ഞാനും ചേച്ചിയും വർത്തമാനം പറഞ്ഞാണ് തൂക്കുന്നത്. അപ്പോൾ നമ്മുടെ മുറ്റത്തിന് തൊട്ട് താഴെ ചെറിയൊരു റോഡാണ്. ആ റോഡിന് സൈഡിലിട്ടാണ് ഞാൻ തൂത്ത് വരി കത്തിക്കുന്നത്. അപ്പോൾ ഡെയിലി കത്തിക്കും കേട്ടോ. ഒരുപാട് ചുറ്റും എൻ്റെ കൊച്ചമ്മയ്ക്ക് തീ കത്തിക്കാൻ അറിയത്തില്ല. കുട്ടൻ ചുമ്മാ കുളിച്ചിട്ടും ഇതുണ്ടോ എൻ്റെ മോള് വന്നിട്ട് ഇവിടെ ഫുള്ളും കട്ട് തന്നെയാണ് ആ കൊച്ചിന്. നോക്കിയേ, കൈ നോക്കിയേ, ഒരു കയ്യിൽ ഇത്രയും ബിസ്ക്കറ്റാ. ഈ പിള്ളേർ കണ്ടോ ബിസ്ക്കറ്റ് എടുത്ത് തിന്നുന്നുണ്ടോ? അതിനാണല്ലോ നമുക്ക് ഇപ്പോഴത്തെ പിള്ളേരാരും പാർലേജ് ചെയ്തില്ല. ഇപ്പോഴത്തെ പിള്ളേരാരും പാർലേജ് ചെയ്ത്, പക്ഷേ ഞങ്ങളുടെ പിള്ളേർ പാർലേജ് കഴിക്കും. അതാണ് ശകലം തൂത്ത്. ബാക്കി നീ ചേച്ചി തൂക്കട്ടെ. വേഗം അങ്ങോട്ട് ആഞ്ഞു തൂക്ക്. അങ്ങനെ നേരെ അടുക്കള വന്ന് ഞങ്ങൾ പാല് തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. ചായ കുടിക്കണം. പിള്ളേരൊക്കെ അടുത്ത് കൂടി പെട്ടെന്ന് ഇവിടെ നിൽപ്പുണ്ട്. അവർക്ക് ചായ കുടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ചായ അടുപ്പ് വയ്ക്കാം. ഇവര് വരുമെന്ന് അറിഞ്ഞില്ല, അതുകൊണ്ട് ഈ പാക്കറ്റ് കുട്ടകം തരാടാ. കുട്ടകം വേണം നിനക്ക്. അങ്ങനെ മിറ്റത്തിൽ നിന്ന് വേണം കളക്കിടേ കളക്കിട്. അങ്ങനെ അവള് ചായ കുടിക്കുന്നു. ഇവിടെ തീറ്റി മത്സരം തന്നെ നടക്കുന്നത്. ഇഷ്ടമുണ്ടല്ലേ അമ്മൂട്ടാ ചായ തട്ടിക്കളയല്ലേ. മിക്ക ദിവസം ഞങ്ങൾ രാവിലത്തെ കാപ്പി ആയിരിക്കും കഴിക്കാൻ. ഇന്നിപ്പോൾ കാപ്പി ആർക്കും വേണ്ട. ഇഡ്ഡലി ആയിരുന്നു. ഇഡ്ഡലിയും കടലക്കറിയും ഉണ്ട്, പക്ഷെ ആർക്കും വേണ്ട. പൊന്നൂസ് കളിച്ച് ക്ഷീണിച്ച് എന്നാ കോലവാ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം കുളിപ്പിക്കാൻ. സന്ധ്യയായിട്ട് കുളിപ്പിച്ചില്ലെങ്കിൽ പിന്നെയും പുറത്തിറങ്ങും. അതുകൊണ്ട് വൈകിട്ട് ഒരു 6:30-7 മണിയാകുമ്പോഴേ കുളിപ്പിക്കത്തുള്ളൂ. രാവിലത്തെ ഒരു കുളി കഴിഞ്ഞതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ നല്ല ടേസ്റ്റ് ചായക്ക്. അത് തന്നെ അറിയോ, ഞാൻ തന്നെ എന്നിട്ട് കുടിച്ചാ നമുക്ക് ആ ഡെയിലി ഉള്ള ആ ഒരു ഫീലിങ്സ് നമ്മൾ വേറൊരു കയ്യിൽ നിന്ന് കുടിക്കുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് ഇല്ലേലും. ആടാ അമ്മു ഒരു കാപ്പി നല്ലതാണോ? കുറച്ച് കുടിച്ചാൽ മതി. പിന്നെ കയ്യിലിരിക്കുന്ന ചായയല്ലേ? ചായയല്ലേ? പാലാണോ? അതിനല്ലേ ചായ പറഞ്ഞേ. പിന്നെ പൊന്നു പിന്നെ കൂട്ടത്തിലല്ലേ ചായ കുടിക്കുന്നത് അല്ല പൊന്നു? ചായ കുടിച്ച പാത്രം ഒന്നും കഴിയും.
അപ്പം ഇനിയിപ്പോൾ പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ പ്രാർത്ഥിക്കണം. പിന്നെ 8:30 ആകുമ്പോഴത്തേനും 9 മണിയാകുമ്പോഴത്തേനും ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കണമെങ്കിൽ ബ്രദർ വരണം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കും. പിന്നെ ചേച്ചിയൊക്കെ ഇവിടെ ഉണ്ട്. അവര് ഇപ്പം പോകും. സംസാരിക്കുന്ന കാര്യം സമയം പോകുന്നു. സമയം 7:21. ബ്രദറെ വരുമ്പം അവരെ കൊണ്ടുവിടും. പൊത്തിക്കത്തെ പാത്രം തീർന്നു പോയി. പറയ കൊണ്ടുതരാൻ ചുമക്കുന്ന ഇവിടെ രാത്രി കയറിക്കേ. ആ ഡാൻസ് കളിക്ക്. കണ്ണും കണ്ണും കാത്തിരുന്നു. ഡാൻസ് കളിക്ക്. ഡ്രസ് കൊണ്ടുവച്ചേ. അത്രേ ഉള്ളൂ. അടുത്തതായി കുട്ടന്റെ ചവിട്ട് നാടകം. മിണ്ടാ ഒരു കൈയിട്ട് കൊടുത്തേ. അടുത്തതായിട്ട് നമ്മുടെ പൊന്നുവിന്റെ ഡാൻസ് ഇങ്ങോട്ട് നോക്കി പാടും. പിള്ളേരങ്ങനെ ക്രിസ്മസ് പാട്ടൊക്കെ പാടി ഡാൻസ് കളിയായിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും അവൻ വന്നു. ബ്രദർ വന്നു അവരുടെ വീട്ടിൽ കൊണ്ടുവിടാൻ പോയി. അവൻ നിൽക്കുന്നത്. അപ്പോൾ കൊണ്ടുവിടാൻ ഇവിടെ എത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക.